Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. 2 million സബ്സ്ക്രിപ്ഷൻ ക്രോസ് ആയി നമ്മുടെ ആരോഗ്യം യൂട്യൂബ് ചാനൽ വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ കവറായതിൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുകയും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ പല ആളുകളും ചിലപ്പോൾ ജിമ്മിൽ പോകാറുണ്ടായിരിക്കാം. ചിലപ്പോൾ മക്കളായിരിക്കാം, ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വൈഫായിരിക്കാം, പെൺകുട്ടികളോ ആരും ആയിക്കോട്ടെ. പല കാരണം കൊണ്ട് നമ്മൾ ജിമ്മിൽ പോകാറുണ്ട്. ചിലർക്ക് നോർമലായിട്ടുള്ളൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്, ചിലർക്ക് വണ്ണം കുറയാൻ പോകാറുണ്ട്, ചിലർക്ക് വണ്ണം കൂടാനായിട്ട് വേണ്ടി പോകാറുണ്ട്, ചിലർക്ക് ബോഡി ഒന്ന് ഫിറ്റ് ആകാനായിട്ട് പോകാറുണ്ട്. അപ്പം പല കാരണങ്ങളാണ് പലർക്കും ജിമ്മിൽ പോകാനായിട്ട് കാരണമായിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ കൂടെ ഉള്ള ഒരാൾ ജിമ്മിൽ പോയി, അവന് നല്ല മാറ്റം വന്നു, അവൻ പറഞ്ഞു ഓക്കെ ബാ നീയും ബാ നമുക്ക് ജിമ്മിൽ പോകാം എന്ന് പറയുമ്പോൾ ഓക്കെ എന്നാൽ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് പോയി ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം മെത്തഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾസ് അല്ല നമുക്ക്. കാരണം ആ ശരീരപ്രകൃതം വേറെയാണ്. ആ ശരീരത്തിന് പറ്റുന്ന പല ഭക്ഷണക്രമങ്ങൾ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ പൊതുവേയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ജിം വർക്കൗട്ടുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള ഐഡിയ നമ്മളിപ്പോൾ ജിം ഇൻസ്ട്രക്ടർ ആരായിരിക്കും, അവരൊരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർ ക്ലിയറായിട്ട് പറഞ്ഞു തരും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുതെന്നൊക്കെ. എന്നാലും അതിനൊക്കെ നമ്മളൊരു ജിമ്മിൽ പോയിട്ട് നമ്മളിത് ചോദിച്ച് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഇതേപോലെ ഒരു വീഡിയോയിലൂടെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാവും. ഇനി ഭാവിയിൽ ഇനി ജിമ്മിൽ പോകണമെന്ന് താല്പര്യമുള്ളവർ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടങ്ങ് പോയാൽ മതി. അപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തും. അതിൽ ഒന്നാമത്തെ കാര്യം ടൈമിങ്സ് ഉണ്ട്. ഇപ്പോൾ രാവിലെ പോകണോ വൈകുന്നേരം പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം ചിലർക്ക് രാവിലെ ഭയങ്കര ബിസി ആയിരിക്കും, വൈകുന്നേരത്തെ ടൈം കുറച്ച് ഫ്രീ ആകുമ്പം അതിൻ്റെ ഭാഗമായിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്. ചില ആളുകളുടെ രീതി എന്ന് പറയുന്നത്, രാവിലെ എനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല അല്ലെങ്കിൽ വൈകുന്നേരം ഫ്രണ്ട്സ് ഇല്ല, അതുകൊണ്ട് എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ രാവിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളും. ഇപ്പോൾ ടൈമിങ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടൈമിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. രാവിലെ വർക്കൗട്ട് ചെയ്യുന്നവരുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രാത്രി മുഴുവൻ ഇങ്ങനെ സ്റ്റിഫായിട്ട് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബോഡി ഒന്ന് സ്റ്റിഫായിരിക്കും, സർക്കുലേഷനൊക്കെ കുറഞ്ഞിരിക്കും, ബോഡിയുടെ ഹീറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ രീതിയിലുള്ള വാമപ്പ് വർക്കൗട്ടുകളൊക്കെ ചെയ്ത്, കാർഡിയക് എക്സസൈസുകളൊക്കെ ചെയ്ത്, ട്രെഡ്മില്ല് അല്ലെന്നുണ്ടെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത്, സ്ട്രെച്ചിങ്ങുകളൊക്കെ ചെയ്തിട്ട് പിന്നെയാണ് നമ്മളൊരു നോർമൽ ജിം വർക്കൗട്ടിലേക്ക് പോകുന്നത്. സോ ഇപ്പോൾ വൈകുന്നേരം ടൈമിങ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ട്. പിന്നെ അറ്റ്മോസ്ഫിയർ അത്യാവശ്യം ഹീറ്റായിരിക്കും. സോ അപ്പം ആ ബോഡി ഓൾറെഡി ചെറിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. കാരണം നമ്മളിപ്പം രാവിലെ നേരെ നിന്ന് കാല് മടക്കാതെ ഒന്ന് കുനിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വൈകുന്നേരം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ അത് ഫ്ലെക്സിബിലിറ്റി കൂടുന്നത് നമ്മുടെ മൊബിലിറ്റി, നമ്മുടെ മൂവ്മെൻറ്റിനനുസരിച്ചും ടെമ്പറേച്ചറിനനുസരിച്ചും അതേപോലെ ഈ സൺലൈറ്റിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൂടും. അപ്പോൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, രാവിലെയാണ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഫുൾ ഡേ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എനർജി കിട്ടും. ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ വൈകുന്നേരം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരം ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 7 മണി 8 മണി 9 മണി എന്ന് പറഞ്ഞ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് നൈറ്റ് ഉറക്കത്തിന് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അത് കാരണം നമ്മൾ ഫുള്ളി എക്സൈറ്റഡ് ആകും, മസിൽസിന് ടയർഡ് ആകുന്നത് കൊണ്ട് എനിക്ക് രാത്രി ഉറക്കം ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ചിലർക്ക് നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേന് നല്ല ഉറക്കം കിട്ടാറുമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്തേക്കുന്നത് രാവിലെയാണ്. സോ അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബോഡിക്ക് എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ടൈമിങ്സ് മാത്രമല്ല, നമ്മുടെ ശരീരം ഏത് രീതിയിലാണ് സമ്മതിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ജിം വർക്കൗട്ടിൻ്റെ ടൈം വരെ ഫിക്സ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്. വണ്ണം കുറയ്ക്കാനായിട്ട് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് കൂടുതലായിട്ട് നമുക്ക് ഈ പറയുന്ന വെയ്റ്റ് ബെയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പം ആദ്യം നമ്മളിങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടാനും വേർക്കാനും അതേപോലെ തന്നെ
ഫുൾ ബോഡി ഒന്ന് ഹീറ്റായി എടുക്കാനായിട്ടുള്ള കുറേ മെത്തേഡ്സുകൾ നമ്മൾ ജിം വർക്കൗട്ടിൽ ചെയ്യാറുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രെഡ്മിൽ വാക്കിംഗ് എന്ന് പറയുന്നത്. വാക്കിംഗ് നമുക്കൊരു എക്സസൈസായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ട്രെഡ്മിൽ റണ്ണിങ് നല്ലൊരു ഓപ്ഷനാണ്. എയറോബിക്സും സുംബയൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള കാർഡിയാക് എക്സസൈസാണ്, എയറോബിക് എക്സസൈസുകളാണ്. സോ അതുകൊണ്ട് ഈ പറയുന്ന മെത്തഡുകൾ ചെയ്തുകൊണ്ട് ആ ബോഡി ഒന്ന് ഓർഡറായി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ വെയിറ്റ് ബെയറിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബോഡി ഒരു ഷേപ്പിലേക്ക് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ പല ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരുടേത് ശരീര രീതി എന്ന് പറയുന്നത് ടോട്ടൽ ബോഡി പ്രൊപ്പോർഷനൊക്കെ ഒരു വേറെ രീതിയായിരിക്കും. കവിള് ഒട്ടി വരും, അതേപോലെ കഴുത്ത് നീണ്ടു വരും, പക്ഷേ വയറ് മുമ്പിൽ തന്നെ ചാടി തന്നെ ഇരിക്കും, കാല് കുറഞ്ഞു വരും. അപ്പം ബോഡി ഷേപ്പൊക്കെ മാറും. കാരണം നമ്മൾ വണ്ണം കുറയ്ക്കാനായിട്ട് കടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓരോരോ മസിൽസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഈ പറയുന്ന ഒരു ജിം ഇൻസ്ട്രക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ജിമ്മിൽ പോകാത്തവരാണ്. അവർ വീട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് നോക്കുന്നതാണ്. കൂടിപ്പോയാൽ ഒരു ട്രെഡ്മിൽ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് ആദ്യത്തെ ഒരാഴ്ച ട്രെഡ്മില്ലിൽ പോവും, പിന്നെ അത് തുണി ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനായിട്ട് മാറുകയുള്ളൂ. എന്നാലും ഇനിയിപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വന്നു, എന്നാൽ നാളെ മുതൽ ഞാനങ്ങ് ചെയ്തേക്കാം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രെഡ്മില്ലിനകത്ത് കുറച്ച് ബ്രിസ്ക് വാക്കിംഗ് രീതിയിൽ നമുക്ക് സ്പീഡ് കൂടുന്ന രീതിയിൽ. കാരണം പലരും പറയാറുണ്ട് ഞാൻ രാവിലെ നടക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഈ നടക്കുക എന്ന് പറഞ്ഞാൽ മെല്ലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അത് സത്യം പറഞ്ഞ മടിയന്മാരുടെ ഒരു എക്സസൈസാണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ കൂട്ടാനേ പറ്റത്തില്ല. നമുക്ക് ഒരു നടന്ന് വന്ന് കഴിയുമ്പോഴത്തേനും ശരീരം വല്ലാതെ വേർക്കണം, നെഞ്ചിടിപ്പ് കൂടണം, ബോഡി ഹീറ്റ് ആവണം. അതേപോലെ നമുക്കൊരു 1 കിലോമീറ്റർ പോയി വരുമ്പോഴത്തേക്കും നമുക്കൊരു 5 കിലോമീറ്റർ നടന്ന ഒരു ഫീല് നമുക്കത് കിട്ടണം. സോ ഇതാണ് നേരായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു കാർഡിയക് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മെച്ചം കിട്ടുന്നൊരു കാര്യമാണ്. സോ ഇനി ആരൊക്കെയാണ് ഈ പറയുന്ന ഈ വണ്ണമുണ്ട് എനിക്ക് വണ്ണം കുറയണം എന്ന് പറഞ്ഞു വെച്ചാൽ കാർഡിയക് എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നവർ നോക്കണം. നമുക്ക് ഒരു പരിധി കൂടുതൽ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ വല്ലാതെ കിതപ്പ് വരുന്നു, അല്ലെങ്കിൽ അമിതമായി വേർക്കുന്ന രീതിയിലേക്ക് വരുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു, തലവേദന ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഒരു കാരണവശാലും നമ്മൾ ഈ കാർഡിയക് എക്സസൈസുകൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പല ന്യൂസൊക്കെ നമുക്ക് കേൾക്കാറില്ലേ, ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന്. കാരണം നമുക്ക് ആ ഒരു ശരീരപ്രകൃതത്തിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാറില്ല. ആൻജിയോഗ്രാം ആരും ചെയ്ത് നോക്കാറൊന്നുമില്ല. അപ്പോൾ വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞേച്ച് പോയി ജിമ്മിൽ കിടന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസും വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കൺട്രോൾഡായിട്ട് പോകണം. കഴിഞ്ഞ തവണ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഇത് ജിമ്മ് ചെയ്തിട്ടും കണക്കാണല്ലോ ഡോക്ടറെ, ഈ കന്നഡ സൂപ്പർ സ്റ്റാർ പുനീത് രാജ്കുമാറൊക്കെ എന്തോരം ജിം വർക്കൗട്ടുകൾ ചെയ്യുന്നതാണ്, കുറേ സർക്കസ് കസറത്തുകൾ ചെയ്യുന്ന മനുഷ്യനാണ്. ആ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ജിമ്മ് ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേനും അറ്റാക്ക് വന്ന് ആൾ മരിച്ചു. സോ അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരൻ്റെ ഒന്ന് നോക്കിക്കേ എന്നൊക്കെ ചോദിക്കും. സത്യം പറഞ്ഞാൽ അത് ജിം വർക്കൗട്ട് ചെയ്തിട്ടല്ല ആ ഒരു കാര്യം സംഭവിച്ചത്. അത് ഈ സൂപ്പർ സ്റ്റാർ പുനീത് രാജ്കുമാറിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മളെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം ആ കുടുംബത്തിൽ എല്ലാവർക്കും ഈ ബ്ലഡ് വെസൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളുള്ളതാണ്. പുനീത് രാജ്കുമാറിൻ്റെ ഫാദർ മരിച്ചതും അറ്റാക്കായിരുന്നു, ആ ഫാദറിൻ്റെ അനിയൻ മരിച്ചതും അറ്റാക്കായിരുന്നു. അതേപോലെ തന്നെ പുനീത് രാജ്കുമാറിൻ്റെ ചേട്ടന് സ്ട്രോക്കായിരുന്നു. അപ്പോൾ അതേപോലെ ഈ പറയുന്ന ഇത് കൺജനൈറ്റൽ ആയിട്ടുള്ള ഹാർട്ട് റിലേറ്റഡ്, അതായത് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ ഇത് അങ്ങനെ കിടക്കുമ്പോൾ നമ്മളെല്ലാം അതിനെ ജിമ്മിൻ്റെ കുറ്റമായിട്ട് നമുക്ക് പറയാനില്ല. അതുകൊണ്ട് അത് പേടിച്ചുകൊണ്ട് നമ്മളിനി ജിം വർക്കൗട്ട് ചെയ്യാതിരിക്കേണ്ട. പക്ഷേ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, പ്രത്യേകിച്ച് ജിം വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ പോയിട്ടാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എനിക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് ഈ കാർഡിയക് വർക്കൗട്ടൊക്കെ പറ്റുമോ ഇല്ലയോ, അപ്പോൾ എനിക്ക് വെയിറ്റ് പൊക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം ചോദിച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ഓരോ ജിമ്മിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങാനായിട്ട്. സോ ഇനി വെയിറ്റ് കൂടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ കാണും. അപ്പോൾ വെയിറ്റ് കൂടാനായിട്ട് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരാദ്യം ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ്ങും അതേപോലെ കാർഡിയക് മാത്രം മതിയാവും. കൂടുതൽ അവർ ഫോക്കസ് ചെയ്യേണ്ടത് വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെയിറ്റ് ബെയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ബോഡി
പ്രൊപ്പോർഷനായിട്ട് വരാനായിട്ട് ഓരോ മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്തിട്ട് ബൾക്ക് ചെയ്യിപ്പിച്ച് കൊണ്ടുവരേണ്ടതാണ്. സോ അതുകൊണ്ട് എന്നാന്ന് പറഞ്ഞാൽ മസിൽ ബൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് മസിൽസിന് ഓരോ മസിലിന്, അതായത് ബൈസെപ്സ് എന്ന് പറയുമ്പോൾ ആ ബൈസെപ്സിന് ആയിരിക്കണം ആ ദിവസം ഇപ്പോൾ 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് ബൈസെപ്സിന് തന്നെ. അത് പല ടൈപ്പിൻ്റെ ബൈസെപ്സിനെ സ്ട്രെങ്തനിങ് ആക്കാനുള്ള ടെക്നിക്കുകളാണ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ട്രൈസെപ്സ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ട്രൈസെപ്സ് ആയിരിക്കണം പുറകിൽ തന്നെ. അപ്പം ട്രൈസെപ്സിന് വേണ്ടുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റുകളെല്ലാം നമ്മൾ വെയിറ്റ് വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പുഷപ്സ് രീതിയിലുള്ള കാര്യങ്ങൾ, ബാക്ക് പ്രസ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസുകൾ, ഇതെല്ലാം നമുക്ക് അതുകൊണ്ടാണ് ഓരോ മസിൽസിന്. അപ്പോൾ ആ മസിൽ ആ ആഴ്ച പിന്നെ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കവറായി വരണം. ബൈസെപ്സ് കഴിഞ്ഞ് ട്രൈസെപ്സ് കഴിഞ്ഞിട്ട് ഫോർ ആംസ് കഴിഞ്ഞിട്ട് ഷോൾഡർ കഴിഞ്ഞ് ചെസ്റ്റ് കഴിഞ്ഞിട്ട് അബ്ഡോമൻ കഴിഞ്ഞിട്ട് ലെഗ്സ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ പറയുന്ന രീതിയിൽ മൂവ് ആകുകയാണെന്ന്. കാരണം ഒരു തവണ നമ്മൾ ബൈസെപ്സിന് നല്ല രീതിയിൽ സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വേദനയും ടയർഡ്നെസ്സും കാണിക്കാം അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമായിട്ട്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ആ ഒരു ടൈമിൽ നമുക്ക് ടയർ വന്നിരിക്കുന്ന ആ മസിലിനെ തന്നെ വീണ്ടും നമ്മൾ സ്ട്രെയിൻ കൊടുക്കാതെ വേറെ മസിലിന് സ്ട്രെയിൻ കൊടുക്കുക. അപ്പോൾ വേറെ മസിലിന് സ്ട്രെയിൻ കൊടുക്കുമ്പോൾ ആ മസിലിനായിരിക്കും ടയർ വരുന്നത്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ആ ആഴ്ച കൊടുക്കാതെ, അതേപോലെ നമ്മൾ ഓരോ ബോഡിയുടെ ഓരോ മസിൽ കവർ ചെയ്ത് വന്നിട്ട് നെക്സ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ മസിൽ ബൾക്ക് കൂടുന്നതാണ്. അപ്പോൾ മസിൽ ബൾക്ക് കൂടാനായിട്ട് നമുക്ക് വെറുതെ എക്സസൈസ് മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ ബോഡിയിലേക്ക് പ്രോട്ടീൻസ് സപ്ലൈ ആണ്. കാരണം മസിൽസിൻ്റെ മെയിൻ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്ന പ്രോട്ടീൻസാണ്, അമൈനോ ആസിഡ്സാണ്. നമ്മൾ പല രീതിയിലുള്ള ബ്രാഞ്ച്ഡ് ചെയിൻ അമൈനോ ആസിഡ്സ്, പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട്, ക്രിയാറ്റിൻ പൗഡേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മുടെ ബോഡിക്ക് ഈ രീതിയിലുള്ള പ്രോട്ടീൻ പൗഡറുകൾ താങ്ങാനുള്ള ശേഷിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും കിഡ്നി പ്രശ്നങ്ങളുണ്ടോ, ക്രിയാറ്റിൻ ലെവൽ കൂടിയിട്ടുണ്ടോ, യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് എനിക്ക് വണ്ണം വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് അബ്ഡോമൻ ചെയ്ത് നോക്കണം. കിഡ്നിയുടെ സൈസൊക്കെ ഓക്കെ ആണോ, ചെറുതാണോ വലുതാണോ, സിസ്റ്റുകളുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഒന്ന് കൺഫേം ചെയ്യണം, സ്റ്റോണുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് നിർബന്ധമായിട്ട് നോക്കണം. അതിനകത്ത് ക്രിയാറ്റിനും യൂറിയയും യൂറിക് ആസിഡും സോഡിയം പൊട്ടാഷ്യം ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് നോർമൽ അളവിൽ നിൽക്കുന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള പ്രോട്ടീൻ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് തന്നെ നമുക്ക് കിഡ്നി സ്റ്റോണുകളുണ്ടാകും, ജോയിൻറ്റ് പെയിൻസുകളുണ്ടാകും, പിന്നെ ശരീരത്തിൽ നീര് വെക്കും, പല സ്കിൻ പ്രശ്നങ്ങൾ തുടങ്ങും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. ഈ പറയുന്ന മസിൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പല പ്രോട്ടീൻ പൗഡറുകളുടെ കാരണം കൊണ്ട്. സോ അതുകൊണ്ട് പാരമ്പര്യത്തിൽ നമുക്കൊരു പ്രശ്നം പാടില്ല. നമ്മുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന നോർമൽ ആളുകൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ എത്രയോ കിഡ്നി ഫെയിലിയർ കേസുകളാണ് നമ്മുടെ ഓരോ ദിവസവും ഇവിടെ വരുന്നത്. കാരണം 32 വയസ്സുള്ള ഒരാൾക്കൊക്കെ കിഡ്നി ഫെയിലിയർ, കാരണം 16-ാമത്തെ വയസ്സ് തൊട്ട് ജിമ്മ് ചെയ്യാൻ തുടങ്ങിയതാണ്. അത് ജിമ്മ് ചെയ്തത് കൊണ്ടല്ല കിഡ്നി ഫെയിലിയർ ഉണ്ടായത്, ആ വ്യക്തിയുടെ ഫാമിലി ഹിസ്റ്ററിയിൽ കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായിട്ടും ആ വ്യക്തിക്ക് അറിയാത്തത് കൊണ്ട് അവർ ഈ കോമൺ ആയിട്ടുള്ള ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിലൊക്കെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള സ്റ്റിറോയിഡ്സ് അതേപോലെ പ്രോട്ടീൻ പൗഡേഴ്സ് എടുക്കേണ്ടി വന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഇൻസുലിൻ എടുക്കാനായാലും സ്റ്റിറോയിഡ്സ് എടുക്കാനായാലും ഏതായാലും നമ്മൾ എടുക്കുമ്പോൾ ഇതൊരിക്കലും ഒരു സേഫായിട്ടുള്ളൊരു മെത്തഡല്ല. നാച്ചുറലായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഈ ചെറുപ്പത്തിലെ തിളപ്പിനനുസരിച്ച് നമ്മൾ ഇപ്പം തന്നെ എല്ലാം ആക്കി എടുക്കാം എന്ന് പറഞ്ഞ് പോകുമ്പം മാത്രമാണ് നമുക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കിഡ്നി കണ്ടീഷൻ ഒരു 90% റിപ്പയർ ആകാത്ത ഒരു കണ്ടീഷനാണ്. അതുകൊണ്ടാണ് ജിം വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് എടുക്കരുത്. അതെപ്പോഴും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഏത് അളവിൽ പറ്റണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്നുള്ളത് ഒരു പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ചെന്ന് മനസ്സിലാക്കി, ഇനി അതിന് ടെസ്റ്റുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം പ്രോപ്പറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ആരോഗ്യത്തിന് ദോഷം ഉണ്ടാകാൻ പാടില്ല. സോ അതുകൊണ്ട് അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.